മോർണിംഗ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇപ്പോൾ രാവിലെ 7 മണിയാണ് കേട്ടോ സമയം. ഇന്ന് നമ്മുടെ ഒരു ഷൂട്ട് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായെന്നറിയോ, നമ്മുടെ ഈ ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല, എന്തോ ഒരു ലൂസ് കോണ്ടാക്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം നോക്കി, പക്ഷെ അത് വർക്ക് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് വെച്ചൊരു ലൈറ്റ് വേണ്ടതെന്ന് വിചാരിച്ചു, പിന്നെ ക്രിസ്മസ് ഈ വൈബിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിയാകുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ വരും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് പൂളിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം, പിന്നെ വീഡിയോസ് എന്തെങ്കിലും റീല് പോലെയൊക്കെ എടുക്കണം. അത് നമുക്ക് ഉച്ച വരെ, ഒരു മണി വരെ. എന്നിട്ട് നമുക്ക് ക്യാമ്പസിലേക്ക് പോവാം. ക്വാർട്ടേഴ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഷൂട്ട് അവിടെ. അപ്പോൾ നമുക്ക് 2 മദർ ഡോട്ടർ കോംബോയും എടുക്കാണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ മദർ ഡോട്ടർ കോംബോ ആവും. അത് മാത്രമല്ല, എനിക്ക് കുറച്ച് ഔട്ട്ഫിറ്റ് സ്റ്റൈലും കാണിക്കണം എന്നുണ്ടായിരുന്നു, ഷോർട്ട് ഡ്രസ്സസിൻ്റെ. അപ്പോൾ അതും ആവും. പക്ഷെ ഞാൻ ഷോർട്ട് ഡ്രസ്സ് ആയതുകൊണ്ട് എൻ്റെ കാലിൽ കണ്ടോ ഇത്രയും ഹെയർ ഉണ്ട്, ഷേവ് ചെയ്യണം. എന്നാൽ ഞാൻ വാക്സ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു, പക്ഷെ അവിടെ തിരക്കായിരുന്നു. എനിക്ക് ആ റിക്കവർ വാക്സ് ഇല്ല, അതെനിക്കിഷ്ടം. കൈ പിന്നെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച കാരണം കുഴപ്പമില്ല, കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാല് വളർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച ആവശ്യമില്ലല്ലോ, ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ വിചാരിച്ചു. പക്ഷെ ഇതിപ്പോൾ ആവശ്യമുണ്ട്. ഷോർട്ട് ഡ്രസ്സസിൻ്റെയാണ് ചെയ്യണത് നമ്മൾ ഇന്ന് ആമസോണിൽ വെച്ചിട്ട് ഷോർട്ട് ഡ്രസ്സസ്. പിന്നെ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ മാസത്തേക്കുള്ളതാവും. കഴിഞ്ഞ തവണ എടുത്തത് ഓൾമോസ്റ്റ് ലൈക്ക് നവംബറിലൊക്കെ ഇട്ട് ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ഞാൻ മാസത്തിനൊരിക്കൽ ഒരു ഷൂട്ട് വെക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്കുള്ള ഇൻസ്റ്റാ കണ്ടൻറ്റിനുള്ളത് കുറച്ചൊക്കെ ആവും, പ്രൊഫഷണൽ ഫോട്ടോസ് എന്നുള്ള രീതിയിൽ. ബാക്കിയൊക്കെ റീൽസ് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുക. വീഡിയോസ് എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ എടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തിടുമ്പോൾ ഇപ്പോൾ ഫോട്ടോസിന് ഇൻസ്റ്റയിൽ വലിയ റീച്ചൊന്നുമില്ല, റീൽസിന് മാത്രമേ റീച്ചുള്ളൂ. പക്ഷെ എന്നാലും എനിക്കൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഈ ഡിസംബർ മാസം നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോണേക്കാട്ടിന് മുന്നേ തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് ടൈമിലൊക്കെ ഇടാനും ഒക്കെ നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കോള് വന്നതാണ്, ഏട്ടൻ വിളിച്ചതാണ് കേട്ടോ. ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ചെരുപ്പുകൾ, ഇന്നിടുന്ന ഔട്ട്ഫിറ്റ്സ്, മെയിനായിട്ടുള്ള സാരി ഔട്ട്ഫിറ്റ് വേറെ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇരുട്ട്, ഇരുട്ടല്ല. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എനിക്ക് 2 എണ്ണത്തിൻ്റെ സൈഡ് അടിക്കാനേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ ചെയ്തു വെച്ചു. ഗുഡ് ജോബ്. ഇതിൻ്റെ ഒന്ന് സൈഡ് അടിക്കണം. നല്ല കുർത്തിയാണ്, ഇത് ക്രിസ്മസിന് പറ്റിയതായിട്ട് എനിക്ക് തോന്നി. ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടിയൊക്കെ അങ്ങനെ കുർത്തി ഇടണം എന്നുള്ളവരുണ്ടാവില്ലേ, എപ്പോഴും എല്ലാവർക്കും അങ്ങനെ ഡ്രസ്സസ് വേണമെന്നാവില്ലല്ലോ ഉണ്ടാവാം. അപ്പോൾ എന്തായാലും ഇത് നല്ലതായിട്ട് തോന്നിയിട്ട് എനിക്ക് ഇത് നമുക്ക് സൈഡ് അടിക്കണം. നല്ല ചൂടെടുക്കണം, എനിക്ക് സ്പീഡ് കൂട്ടാം. പിന്നെ എന്താ വേണ്ട, പിന്നെ എനിക്ക് കാലൊന്ന് ഷേവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. 9 മണിയാകുമ്പോഴേക്കും വരും, അതിനുള്ളിൽ റെഡിയായി നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ റെഡി ആയത്. ഔട്ട്ഫിറ്റും എല്ലാ സൈഡും അങ്ങനെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ തലേദിവസം തന്നെ ഓൾമോസ്റ്റ് റെഡി ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇൻസ്പയർ ലുക്ക് എന്തെങ്കിലും ആണെങ്കിൽ ഫസ്റ്റ് ഇൻസ്പയർ ലുക്ക് അങ്ങ് ചെയ്ത് തീർക്കും. പിന്നെ ഔട്ട്ഫിറ്റ്സ് മാറ്റി ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുക. ഒരു 10 to 15 ഔട്ട്ഫിറ്റ്സ് വരെ ഒരു ദിവസം എടുക്കും. അങ്ങനെയാകുമ്പോൾ ഫോട്ടോഗ്രാഫർ രാവിലെ വരും കേട്ടോ. ഞാൻ മിക്കവാറും ഒരു 7:30 കേട്ടോ, 8 മണിയൊക്കെ പറയും, 8:30 എന്നൊക്കെ പറയും. അപ്പം മുതൽ വൈകിട്ട് വെളിച്ചം പോകണമായിട്ട്, അതായത് 5:30 മണി വരെയാണ് എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് 15 ഔട്ട്ഫിറ്റ് വരെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് മുതലാവുള്ളൂ. കാരണം നമ്മളിത് കാശ് കൊടുത്ത് ചെയ്യുന്ന ഒരു ഫുൾ ഡേ വർക്കായിട്ടൊക്കെയല്ലേ ചെയ്യുന്നത്. അത് മാത്രമല്ല, എനിക്കും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഷൂട്ടിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഒരാൾ വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു ദിവസം കൊണ്ട് തീർത്ത് ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് മാക്സിമം എടുക്കുക. അപ്പോൾ ഒരു മാസത്തേക്ക് എനിക്ക് ഇടാനുള്ള ഫോട്ടോസ് പ്ലസ് ഞാൻ വേറെ റീല് നമ്മൾ തന്നെയാണല്ലോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിക്കുള്ളത്, അങ്ങനെയാണ് ഇൻസ്റ്റ മാനേജ് ചെയ്ത് പോണത്. യൂട്യൂബ് പിന്നെ നമ്മൾ തന്നെയല്ലേ ഷൂട്ട് ചെയ്യണത്. ഇതിപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ എടുക്കണത്. നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടല്ലോ ഫ്ലാറ്റ്, ഇവിടെ സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാറ്റ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ലുക്ക് കഴിഞ്ഞപ്പോൾ ഇത് ആമസോണിലുള്ള ഡ്രസ്സസ്സാണ് കേട്ടോ. അപ്പോൾ ഒരു വിൻ്റർ ഡ്രസ്സസ് എന്നുള്ള രീതിയിൽ അടിയിൽ സ്റ്റോക്കിങ്സ് വെച്ചിട്ട് പെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, മോഡസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്നുള്ള അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഭയങ്കര പോപ്പുലറാണ് കേട്ടോ ഇങ്ങനത്തെ സ്റ്റോക്കിങ്സ്. ഒരെണ്ണം നമ്മൾ മേടിച്ച് വെച്ചാൽ നല്ലത്. ഇങ്ങനത്തെ കുട്ടി ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഇടാം. തണുപ്പ് കാലത്തേ പറ്റുള്ളൂ, ചൂടുകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബൂട്ട്സും കൂടി ഇടുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 2 സാരി എടുത്തു, പിന്നെ ആമസോണിൽ നിന്നുള്ള 5 ഡ്രസ്സസ്,
അപ്പോൾ തന്നെ 7 ആയല്ലോ. പിന്നെ ഇനി കുറച്ച് ഇൻസ്റ്റാ സ്റ്റോറിൻ്റെ ഡ്രസ്സസൊക്കെ ഉണ്ട്. അപ്പോൾ അത് അപ്പോൾ ഇത് എങ്ങനെ വെച്ചാൽ മെയിനായിട്ട് ഫോട്ടോസാണ് എടുക്കുക. പിന്നെ വീഡിയോസ് കൂടുതലും എൻ്റെ ക്യാമറയിലും എടുക്കും, അതേപോലെ തന്നെ ആളുടെ ക്യാമറയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കും. ഇതിൻ്റെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ തന്നെ എഡിറ്റിങ് ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഫോട്ടോസ് ആൾ ഷൂട്ട് ചെയ്ത് അല്ല, ഫോട്ടോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് തരും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മാസത്തിൽ ഒരു തവണ വിളിക്കും, അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലായിട്ട് വിളിച്ചിട്ട് ഒരു ഷൂട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ റിലേറ്റീവ് തന്നെയാണ്. അപ്പോൾ അവനാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോസ് എടുത്തത്. അവനവിടെ ഇങ്ങനെ ബോറടിച്ച് നിൽക്കണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നിനക്ക് ഞാനൊരു പണി തരാം എന്നിട്ട് അങ്ങനെ എടുത്തു തന്നുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ കാണിക്കാനുള്ള. അതല്ലെങ്കിൽ ഞാൻ തന്നെ ഷൂട്ടും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ അവൻ വൈഡ് ആംഗിളിൽ, നമ്മുടെ ഐഫോണിൽ തന്നെയാണ് വൈഡ് ആംഗിളിൽ ഇട്ടിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ്, എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ഞാൻ തോന്നുന്നു ആമസോണിൽ നിന്ന് മേടിച്ചുള്ളൂ. ഇതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇൻസ്പയർ ലുക്കും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹോൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു കുർത്തിയാണ് കേട്ടോ. അതൊരു ഇൻസ്റ്റാ സ്റ്റോർ അവർ കസ്റ്റമൈസ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു ഫാനൊന്ന് അടിച്ചു തരുമോ, മുടി പറക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവനോട് പറഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവൻ്റെ കാറിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അമ്മ ഓൾറെഡി തന്നെ ചെമ്മീൻ ബിരിയാണി, ചപ്പാത്തി ആ ആൻറ്റി ഉണ്ടാക്കി കേട്ടോ, സഹായത്തിന് വരുന്ന ആൻറ്റി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കൂടെക്ക് ചിക്കൻ കറി പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കഴിച്ചിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ബിരിയാണി വ്യത്യാസമുണ്ടല്ലോ, ഗോവൻ പ്രിപ്പറേഷൻ അല്ലല്ലോ, വ്യത്യാസമുള്ള പ്രിപ്പറേഷൻ അല്ലേ. പിന്നെ അമ്മ പുട്ടും ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയുടെ ഒപ്പം കഴിക്കാനായിട്ട്. അവനൊക്കെ ആദ്യമായിട്ടാണ് പുട്ട് കഴിക്കണത്. അമ്മയുള്ള കാരണം വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ രാവിലെ കുക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഇത്രയൊന്നും എനിക്ക് വെക്കാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് രാവിലെ ഷൂട്ട് തന്നെ മേക്കപ്പിന് 6:30 തുടങ്ങണം. അപ്പോൾ പിന്നെ മിക്കവാറും നമ്മൾ ഒരു കറി എന്തെങ്കിലും ഉണ്ടാക്കും, പിന്നെ ചപ്പാത്തി ആ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടാവും, പിന്നെ ഒരു സാധാ റൈസ്, അങ്ങനെയൊക്കെയാണ്. അയ്യോ, ഇതാകെ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് അല്ലേ. അയ്യോ, അതെന്താണോ, അതൊരു പ്രത്യേക രീതിയിൽ എടുത്താന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഇത് ആൻഡ്രോയിഡ് ഫോണിലാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിന് വ്യത്യാസം കാണുന്നില്ലേ, എന്തൊരു ക്ലാരിറ്റി കുറവാണ്, ഭയങ്കര കറവറാന്നാണ്. ഐഫോണിൽ വെളിച്ചുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ റെഡ് ഡ്രസ്സും ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ബ്ലാക്ക് ഗൗൺ, ഇത് നമ്മൾ കോളേജിനകത്ത് നിന്നാണ് കേട്ടോ എടുക്കണം. ഫ്ലാറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കോളേജിൻ്റെ അകത്താണ് എടുക്കണത്. ഇവിടെ നമ്മൾ പാർക്കിൽ പോയി എടുക്കും, അതുകൂടാണ്ട് ഇങ്ങനെ ഭയങ്കര തുറസായ സ്ഥലങ്ങളുണ്ട്, അവിടെ എടുക്കും. ഇതിൻ്റെ തന്നെ ഈ ബ്ലാക്കിൻ്റെ തന്നെ പേർപ്പിൾ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ കോളേജിൻ്റെ ബാക്കിൽ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് ഫോൺ കൊണ്ട് പോയില്ല കേട്ടോ. അങ്ങനെ 2 ഔട്ട്ഫിറ്റ് മിസ്സായി പോയേ, അങ്ങനെ പറ്റിയില്ല എടുക്കാനായിട്ട്. ഇതിൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റാണ്, ഒരു ഡാഗിനി ഇൻസ്പയർഡ് ഔട്ട്ഫിറ്റാണ്. കാരണം ഒരു സൈഡിലേക്ക് മാത്രം വന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ശരിക്കും ഡാഗിനിയുടെ ഡ്രസ്സ് പോലെ തന്നെയാണ്. ശരിക്കും ഇങ്ങനെ ഡ്രസ്സ് മാറാൻ എളുപ്പമാണ്, പക്ഷെ പകരം നമ്മളിങ്ങനെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യാനാണ് പാടുക. അതുകൊണ്ട് ഇത്തവണ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഹെയർ സ്റ്റൈലൊന്നും അധികം ചെയ്തിട്ടില്ല. എല്ലാം മുടി അഴിച്ചിടുക, ഒന്ന് ജസ്റ്റ് ഒന്ന് സിറം ഇട്ടിട്ടൊന്ന് കോമ്പ് ചെയ്ത് ഇടുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാത്തിനും ലിപ്സ്റ്റിക്ക് മാറ്റുന്നുണ്ട്, പിന്നെ കമ്മൽ ആക്സസറീസ് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് റെഡി ടു വെയർ സാരി ആയതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 മദർ ഡോട്ടർ കോംബോ ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് ഇത്തവണ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതുവരെയും എനിക്ക് തോന്നുന്നു ഒരു 10-15 തവണ വന്നതിൽ ഒരു തവണ മാത്രമേ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. മിക്കവാറും ഏട്ടനെ ഞങ്ങൾ കാണാറും പോലില്ല. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടല്ലേ വരിക. അപ്പോൾ തിരക്ക് കാരണം ഒന്നും എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞു എന്തായാലും ആ സമയമാകുമ്പോൾ വരാനായിട്ട്. അപ്പോൾ മദർ ഡോട്ടർ കോംബോ നമ്മൾ 2 എണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതപ്പോൾ ലാസ്റ്റാണ്, നല്ലോണം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സന്ധ്യയായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടും തന്നെ ക്ലാരിറ്റി ഇല്ലാത്തത്. പക്ഷെ എന്നാലും നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തു. ഇതിൻ്റെ ഫോട്ടോ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് പോകണം, അതിൻ്റെയാണ് ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ബൂം പറഞ്ഞിട്ട് കുറേ ഫ്ലൈറ്റ് പോകും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ മെമ്മറി കാർഡിൽ എല്ലാം കോപ്പി ചെയ്യും കേട്ടോ. അവൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് മെമ്മറി കാർഡിലെല്ലാം കോപ്പി ചെയ്തിട്ട്
എന്നിട്ടാണ് ഞാൻ ഓരോരോ നമ്പേഴ്സായിട്ട് സെലക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഏത് ഫോട്ടോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള അതിൻ്റെ നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് അത് അയച്ചു കൊടുക്കും. എന്നിട്ട് അവനത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെൻ്റായിട്ട് സെൻഡ് ചെയ്യും. ഫോട്ടോസ് അങ്ങനെയാണ് ചെയ്യുക. പിന്നെ വീഡിയോസ് എല്ലാം ഞാൻ തന്നെയാണ്. വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ റീല് പോലെ എന്തെങ്കിലും കുഞ്ഞായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്യുന്നല്ല, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും. പിന്നെ ബാക്കി മെയിനായിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ ക്യാമറയിൽ തന്നെ എടുക്കണത്. അത് പിന്നെ എൻ്റെ മെമ്മറി കാർഡ് തന്നെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. എനിക്ക് ഈ ഫുൾ ഡേ ഷൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഏറ്റവും ലാസ്റ്റ് ഈ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണത്. എൻ്റെ പൊന്നോ, ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യണത്. ഭയങ്കര മൈൽഡായിട്ടുള്ളതാണ് കേട്ടോ. എനിക്കതപ്പോൾ നല്ല ഇഷ്ടമാണ്. സ്കിന്നിന് വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതാണ്. അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ ഹാർഷായിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് നല്ലതാണ്. ഇതെനിക്ക് ഉണ്ണിമായാണ് സജസ്റ്റ് ചെയ്തത്. എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ കൺപീലിയൊക്കെ എടുത്ത് മാറ്റണമായിരുന്നു. കൺപീലി വെച്ചിട്ടുണ്ടായിരുന്നു 2 കുഞ്ഞി കൺപീലിയില്ലേ, അതാ വെച്ചിട്ടുണ്ടായിരുന്നു സീതാരാമൻ ഇൻസ്പയർഡ് ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തു. ഞാൻ അവൻ്റെ കാർഡിൽ നിന്ന് കോപ്പി ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഞാനൊന്ന് മെയിൽ കഴുകിയിട്ട് എത്തുമ്പോഴേക്കും അത് കോപ്പി ആയിട്ടുണ്ടാവും. പിന്നെ എല്ലാം ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് അവന് മെമ്മറി കാർഡ് തിരിച്ചു കൊടുക്കും. അവൻ പോവും. പിന്നെ ഞാൻ കുറച്ചായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വാട്സപ്പിൽ നമ്പേഴ്സ് സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇന്ന് നല്ല ഒരു ഷൂട്ട് ഡേ തന്നെയായിരുന്നു. അടിപൊളിയായിട്ട് തീർന്നു. വിചാരിച്ച ഔട്ട്ഫിറ്റ്സൊക്കെ ചെയ്യാൻ പറ്റി. അതാ അമ്മ വന്നു. അമ്മയുടെ കാരണം എനിക്ക് ഭയങ്കര ഹെൽപ്പാട്ടോ. എസ്പെഷ്യലി ഈ ക്യാമ്പസിനകത്ത് ഉള്ള ഷൂട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അമ്മ നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏട്ടനും ഞാൻ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു. അവസാനം ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തു എന്നുള്ളത്. എപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിലും ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ തന്നെയാണ് എടുക്കുക. പിന്നെ ഇമ്മക്കുട്ടിയുടെ എടുക്കും. ഏട്ടൻ്റെ എടുക്കുന്നത് ഭയങ്കര കുറവാണ്. ഇത്തവണ നിർബന്ധം പിടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ 3 ആളും കൂടി ഒരുമിച്ചെടുത്തു. അപ്പം അങ്ങനെ അത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ഷൂട്ട് ഡേ വ്ളോഗായിരുന്നു. ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഒരെണ്ണം കൂടി ചെയ്യണം. അത് അടിപൊളിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ അതും കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.